ഹായ് ഫ്രണ്ട്സ്, നമസ്തേ. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ. ദേ എൻ്റെ കുട്ടി ഇവിടെ കിടക്കുന്നുണ്ടോ? ഫുഡൊക്കെ കഴിച്ച് ഞമ്മ കഴിച്ച് ഈ നല്ല ഗുഡ് ഗേളായിട്ട് കിടക്കുന്നുണ്ടോ? ഒരു ഹായ് പറയും. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നല്ല നല്ല കമൻറ്റുകൾ ഇടണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നെന്ത് ഫുഡ് എന്താണെന്ന് നോക്കാം. കണ്ടോ, ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇനി എന്താ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് അരിപ്പൊടി എടുത്തു, കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരല്പം ഉപ്പ് ചേർത്ത് ഇതാ തവ ചൂടാകുമ്പോൾ ഇങ്ങനെ ചുറ്റിച്ചൊഴിക്കുക. എന്ന് ശബ്ദം കേൾക്കാം. കണ്ടോ, നിറയെ ഹോളുള്ള ദോശ റെഡി. എന്ത് ഈസിയല്ലേ. കുറച്ച് തേങ്ങാപ്പാലും പാലും അരിപ്പൊടിയും ഉണ്ടെങ്കിൽ ഒരല്പം ഉപ്പ്, പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. കണ്ടോ, കാണാനുണ്ടോ? അതാ ഇപ്പം റെഡിയാവും. മുരിഞ്ഞ് വരുന്ന നല്ല മുറുപുറാ ദോശ. കണ്ടോ, അതാ ഇതുണ്ടാക്കി വെച്ചു. ക്ലാസ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഈസി ദോശകളൊക്കെ ഉണ്ടാക്കണം, എന്നാലേ വേഗം പണിയൊക്കെ നടക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും ചെയ്യില്ലേ? ചെയ്ത് വിശ്വസിക്കുന്നു. എന്താ എൻ്റെ ദോശ റെഡി. കേട്ടോ, എത്ര ഈസി ആയിട്ടാണ്. കുറച്ച് അരിപ്പൊടി എടുക്കുക, കുറച്ച് തേങ്ങാപ്പാൽ. കണ്ടോ, തേങ്ങാപ്പാൽ അരിച്ചു വെച്ചിരിക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചൊഴിച്ചാൽ ദോശ റെഡി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാം, രാത്രി ഡിന്നറിനൊക്കെ നല്ലതാണ്. ഇങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ഈസി ആയിട്ട്. കണ്ടോ, ഇതാ ഞാൻ എടുക്കട്ടെ. ഇതാ